പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടിയും യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരേതരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മക്കബായരുടെ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇപ്രകാരമാണ്. ഭൂമിയിൽ മനുഷ്യന്റെ യാത്ര ബലഹീനം നിറഞ്ഞതിനാൽ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് ഭൂമിയിലെ മനുഷ്യന്റെ പ്രാർത്ഥനകൾ ആവശ്യമാണ്. ആയതിന് ബലി അർപ്പിച്ചും കുഴിമാടങ്ങൾ സന്ദർശിച്ചും പരേതർക്കു വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്യും. വെളിപാട് പുസ്തകം സൂചിപ്പിക്കുന്നത് പോലെ മരണത്തെ തോൽപ്പിച്ചോ വിജയശീലാളിതനായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന കുഞ്ഞാടിനെ അനുസ്മരിപ്പിക്കുകയാണ് പരേതരുടെ ഈ ദിന ഓർമ്മയും. ആയതിന് നമ്മളിൽ നിന്നും മരണമടഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാ ആത്മാക്കളെയും പ്രത്യേകമാംവിധം ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥർക്ക് വേണ്ടി സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നിങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടെ നിങ്ങളുടെ ജീവൻ കാത്തു പരിപാലിക്കുന്നു. Be
കർത്താവ് നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടെ നിങ്ങളുടെ ജീവൻ കാത്തു. കാരുണ്യം തോന്നണേ, നിൻ മഹാകാരുണ്യമോ ദയാനിധി. കർത്താവേ, അങ്ങ് പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് ജീവൻ നൽകുകയും ചെയ്യുന്നതുപോലെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ലോകത്തിൽ നിന്നും പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ പ്രിയദാസരുടെ ആത്മാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സ്വീകരിക്കണമേ. ഇവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇവരെയും ചേർത്ത് ഉയർപ്പിന്റെ മഹിമയിൽ പങ്കാളികളാക്കണമേ. ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച്
പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താൽ ലളിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അടുത്തെത്തി അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശംസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. രാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഇത്രയും സമയം ത്യജിച്ചുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നതും നിൽക്കുന്നതും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് മരണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മരണമെന്ന് സ്വന്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരം പൊട്ടിപ്പോകും. ഒരു ശൂന്യത നിറയും. ആ ശൂന്യത ഒരുപക്ഷെ നമ്മളിൽ ഭയം നിറയ്ക്കും. കാരണം ഈ ജീവിതത്തിൻ്റെ അവസാനം എന്താണെന്ന് പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഒരു ഭയാനകതയും ഒരു ശൂന്യം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം എന്താണെന്ന് മാനുഷികമായ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭയവും ശൂന്യതയും മാത്രം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് അവിടെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസത്തിൻ്റെ ആവശ്യകതയും നമ്മൾ നിറയുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണത്തെ നോക്കിക്കാണുമ്പോഴാണ് ഈ ഭയം മാറിയത് ആശ്വാസമായിട്ട് മാറുകയും ശൂന്യത മാറിയത് പ്രത്യാശയായിട്ട് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രത്യാശ നിറയുമ്പോഴാണ് അത് ഉറച്ച വിശ്വാസമായിട്ട് മാറുകയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉരുവിടുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ ഉറച്ച വിശ്വാസവും പ്രത്യാശയും തന്നെയാണ് ഇന്ന് നമ്മളെ
ഇവിടെ ആയിരിക്കുന്നതും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. മരണത്തെക്കുറിച്ച് വിശുദ്ധ കുചദ്രേസ്യ പ്രകാരം പറയുന്നുണ്ട്, അറ്റ് ദി എൻഡ് ഓഫ് മൈ ലൈഫ് ഐ വിൽ ബി ജഡ്ജ്ഡ് ഓൺ ലവ് അലോൺ. ജീവിത സായാഹ്നത്തിൽ, കുചദ്രേസ്യല്ല, വിശുദ്ധ യോഹന്നാൻ ക്രൂസാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ജീവിത സായാഹ്നത്തിൽ കർത്താവെ, ഞാൻ ഒഴിഞ്ഞ കരങ്ങളോട് നിന്റെ മുമ്പിലായിരിക്കും. അപ്പോൾ എന്നെ വിധിക്കുന്ന വിധിയാളനും എന്നെ വിധിക്കുന്ന അളവ് പോലും സ്നേഹം മാത്രമാണ്. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയവും ഒരു ശൂന്യതയും ഒക്കെ നമ്മളെ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് ഒരു ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ അവിടെ വിശ്വാസം നിറച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മരണത്തെ നോക്കിക്കാണുമ്പോൾ സഭാപിതാക്കന്മാരും വിശുദ്ധരും പഠിപ്പിക്കുന്നത് പോലെ മരണം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അതിനുവേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ജീവിത സായാഹ്നത്തിൽ കർത്താവെ, ഒഴിഞ്ഞ കരങ്ങളോട് ഞാൻ നിന്റെ മുമ്പിലായിരിക്കും. അപ്പോൾ എന്നെ വിധിക്കുന്ന വിധിയാണനും എന്നെ വിധിക്കുന്ന അളവ് പോലും സ്നേഹം മാത്രമാണ്. ഈ അലക്സാണ്ടർ ചക്രവർത്തി, എനിക്ക് തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയാണ്, ലോകം മുഴുവനും നേരിട്ട് അദ്ദേഹത്തിന്റെ മരണസമയത്ത് അല്ലെങ്കിൽ മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ശവമഞ്ചത്തിന് പുറത്തേക്ക് എൻ്റെ കൈകൾ രണ്ടും പുറത്തേക്ക് ഇടുക. അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, ലോകം മുഴുവനും നേരിയിട്ടും ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് എൻ്റെ ചുറ്റുമുള്ളവർ കാണുവാൻ വേണ്ടിയാണ് എൻ്റെ ഒഴിഞ്ഞ കരങ്ങൾ പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത്. മരണാനന്തര ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മരണവും നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതൊരു ജീവിതത്തിന്റെ അവസാനമല്ല, ഇതൊരു ജീവിതത്തിന്, ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം സന്തോഷത്തോടു കൂടി തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം സ്നേഹം മാത്രമാണ്. സ്നേഹത്തിന്റെ അളവുകളില്ലാതെ, സ്നേഹമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ സ്നേഹം കൊണ്ട് വിധിയാളൻ വിധിക്കുമ്പോൾ നമ്മൾ അപാരമായി വിധിക്കപ്പെടുമെന്നുണ്ട്. അതുകൊണ്ട് മരണം മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ പ്രകാരം മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നന്നായിട്ട് ജീവിക്കണമെന്ന് കൂടി സഭ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവര് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭയപ്പാടില്ലാതെ പ്രത്യാശയോടുകൂടി സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണാനന്തര ജീവിതം നമുക്ക് ഭയമല്ല, മറിച്ച് പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ഉറച്ച ജീവിതമാണ്. സഭ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, മരിച്ചവർക്ക് വേണ്ടി അവർക്ക് ഒന്നും തന്നെ അവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുകയില്ല. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടതും അവർക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കേണ്ടതും എന്നുള്ളത്. മരിച്ചവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യുവാൻ ഇനി സാധിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവരുടെ സഹായം കൂടി മാത്രമാണ് അത് സാധിച്ചെടുക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവര്, നമുക്ക് വിലപ്പെട്ടവര് മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഹൃദയത്തിൽ ഒരു അഗാധമായ വേദന സമ്മാനിച്ചുകൊണ്ടാണ് പലപ്പോഴും കടന്നു പോകുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊക്കെ ആശ്വാസമാകുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ മരണത്തെ നോക്കിക്കാണുന്നവന് മരിച്ചവർക്ക് വേണ്ടി ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനകൾ ദൈവിക സന്നിധിയിലെത്തുകയും ആ പ്രാർത്ഥനകളുടെ ശക്തി മൂലം മരിച്ചവർക്ക് എല്ലാവരെയും ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ദിനം കൂടിയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെട്ട് അവർ എവിടെ എത്തിച്ചേരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത് കരുണയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഐക്യപ്പെടലിന്റെയും ഒരു ദിനമാണ്. എന്തുകൊണ്ടാണ് ഇത് കരുണയുടെ ദിനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നൽകുന്ന ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മരിച്ച ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കള് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടുന്ന കാരുണ്യത്തിന്റെ ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മാക്കളുടെ ദിനം 2-ാം തീയതി കാരുണ്യത്തിന്റെ ദിനം പോലെ നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ ഇത് ഐക്യപ്പെടലിന്റെ ഒരു ദിനമാണ്. നമുക്ക് ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങളും കടപ്പെട്ടവരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ഇത് സ്നേഹത്തിന്റെ ഒരു ദിനം കൂടിയാണ്. ദൈവസ്നേഹത്തിലും പ്രത്യാശയിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഐക്യപ്പെടലിന്റെയും കാരുണ്യത്തിന്റെയും ഒരു ദിനമായി ആഘോഷിച്ചുകൊണ്ട് ഇന്ന് വേണ്ടപ്പെട്ടവര്, നമുക്ക് പ്രിയപ്പെട്ടവര് മരിച്ചു മണ്ണോടടിഞ്ഞിട്ടും അവരുടെ ഓർമ്മകൾ എപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ മനസ്സുകളിലും ദൈവാശ്രയ ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 2-ാം തീയതി ഇപ്രകാരം പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നതിലൂടെ നമുക്ക് അനന്തമായ ഫലമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മരിച്ചവരോടുകൂടി വിശ്വാസത്തിൽ ഐക്യം പ്രാപിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട്
ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടുകൂടി ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടും അവരെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ദിനത്തിൽ കർത്താവെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മരണം വഴി അങ്ങയുടെ ഭവനത്തിലെത്തിയ, അങ്ങയുടെ ശുദ്ധീകരണ സ്ഥലത്തിലെത്തിയ എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സുദിനം കൂടിയാണ്. ഈ സുദിനത്തിൽ നമുക്ക് പുരോഹിതന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ